നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നിയമവേദിയിലെ ആദ്യ പരാതി വളയഞ്ചിറങ്ങരയിൽ നിന്നും എം ഇബ്രാഹിമിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം. ഞാൻ 65 വയസ്സ് കഴിഞ്ഞ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം റേഡിയോയിൽ ഞാനൊരു വാർത്ത കേട്ടിരുന്നു. അത് ഇപ്രകാരമാണ്: 60 വയസ്സ് കഴിഞ്ഞ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൃത്രിമ പല്ല് സൗജന്യമായി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ്. ഇത് സൗജന്യമായി കിട്ടുന്നതിന് വേണ്ടി എവിടെയാണ് അപേക്ഷ നൽകേണ്ടത് എന്ന് വിശദമായി പറഞ്ഞു തരണമെന്നാണ് കത്തിലൂടെ പരാതിക്കാരൻ ചോദിച്ചിരിക്കുന്നത്. BPL വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായ കൃത്രിമ ദന്തനിര വെച്ചു നൽകുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ സുനീതി പോർട്ടൽ വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെക്കേണ്ട രേഖകൾ BPL ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള റേഷൻ കാർഡ്, അപേക്ഷകൻ കൃത്രിമ പല്ല് വെക്കുന്നതിന് അനുയോജ്യനാണ് എന്ന് സർക്കാർ ഡോക്ടർ നിശ്ചിത ഫോറത്തിൽ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്ന രേഖ, ആധാർ കാർഡ്, ഇലക്ഷൻ ID മുതലായവ. അതിനായി അപേക്ഷകർ ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് മന്ദഹാസം പദ്ധതിയുടെ ഫോം വാങ്ങിക്കുക. അത് പൂരിപ്പിച്ച ശേഷം സർക്കാർ ഡോക്ടറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രത്തിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക എന്നതാണ്. സാമൂഹ്യനീതി വകുപ്പ് ഈ അപേക്ഷ പരിശോധിച്ച ശേഷം ബന്ധപ്പെട്ടവർക്ക് ധനസഹായം നൽകാൻ സർക്കാരിന് സമർപ്പിക്കും. തുടർന്ന് സൗജന്യ ദന്തനിര വയ്ക്കുന്നതിന് ധനസഹായം ലഭിക്കും. അപേക്ഷകൻ താമസിക്കുന്ന പരിധിക്കുള്ളിലെ സർക്കാർ ആശുപത്രിയിലേക്കായിരിക്കും അപേക്ഷകനെ റെഫർ ചെയ്യുന്നത്. ഇതാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ. അടുത്ത പരാതി തൃശൂർ ജില്ലയിലെ ഒല്ലൂർ പഞ്ചായത്തിൽ നിന്നും വേണുവിൻ്റേതാണ്. പരാതി നോക്കാം. 2024 ഏപ്രിൽ 26 ഞാനും ഭാര്യയും സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് എതിർദിശയിൽ നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് ഞങ്ങളെ ഇടിച്ചു വീഴ്ത്തി. തൽഫലമായി ഭാര്യയുടെ 2 കൈയും കാലുകളും ഒടിയുകയും എന്റെ ഇടത് കാലിനും നട്ടെല്ലിനും ഒടിവുകൾ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ 2 പേരും കിടപ്പിലാണ്. ഞാൻ എന്റെ സഹോദരിയുടെ വീട്ടിലും ഭാര്യയുടെ വീട്ടിലുമാണ്. ഞങ്ങളെ വാഹനമിടിച്ചതിന്റെ കേസ് ഭാര്യ വീട്ടുകാർ ഇരിങ്ങാലക്കുട മുൻസിഫ് കോടതിയിലെ ഒരു വക്കീലിനെ ഏൽപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. 2 വർഷമായി ഈ കേസിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ വിവരവുമില്ല. ഏതാനും ദിവസം മുമ്പ് ഈ വക്കീലിനെ ഞങ്ങൾ വിളിക്കുകയും തുടർന്ന് അദ്ദേഹം എന്നെ കാണാൻ വരികയും ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും താലൂക്ക് ആശുപത്രിയിൽ ചെന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരപ്പെടുത്താനാണ്. അതിൽ പറയേണ്ടത് വാഹനമിടിച്ചല്ല ഞങ്ങൾക്ക് അപകടമുണ്ടായത്, മറിച്ച് വണ്ടിയിൽ നിന്ന് ഞങ്ങൾ വീണാണ് അപകടം പറ്റിയത് എന്നാണ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തേണ്ടത് എന്നാണ് വക്കീൽ പറയുന്നത്. എന്നാൽ മാത്രമേ വികലാംഗ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. എനിക്കറിയേണ്ടത് ഞങ്ങളുടെ കേസ് എന്തുകൊണ്ടാണ് കോടതി പരിഗണിക്കാത്തത്? ഞങ്ങളുടെ കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടോ എന്നറിയുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? വാഹനം ഇടിച്ച സർട്ടിഫിക്കറ്റ് അല്ലേ ഡോക്ടർ ഞങ്ങൾക്ക് തരേണ്ടത്, അല്ലാതെ ഞങ്ങൾ വീണതാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഡോക്ടറിന്റെ കയ്യിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ. നിങ്ങളുടെ അപേക്ഷ എന്നത് അതിൽ 2 വർഷം മുമ്പ് നിങ്ങളുടെ ഇരുചക്ര വാഹനവും കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായി എന്നാണ് കാണുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും. പക്ഷെ അതിൽ വ്യക്തമല്ല പോലീസ് കേസെടുത്തോ എന്നും. പോലീസ് കേസെടുത്തെങ്കിൽ നമ്മൾക്ക് MACT അപകട ഇൻഷുറൻസ്, മോട്ടോർ വാഹന അപകട ഇൻഷുറൻസ് ക്ലൈം ട്രിബ്യൂണലിലാണ് നിങ്ങളുടെ കേസ് വരേണ്ടത്. എന്തുകൊണ്ടാണ് നിങ്ങൾ മുൻസിഫ് കോടതിയിലെ വക്കീലിനെ ഏൽപ്പിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഇനി ചിലപ്പോ ഒരുപക്ഷെ നിങ്ങളുടെ ഇടിച്ച വാഹനം കാറുമായി ഇടിച്ചതിന് പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ എന്ന് ഈ അപേക്ഷയിൽ വ്യക്തമല്ല. അതുകൊണ്ട് കൃത്യമായി നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. എന്നിരുന്നാലും നമുക്ക് ആ ആക്സിഡന്റ് ആയ കേസുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മറുപടിയിൽ ഉൾപ്പെടുത്തി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ മറ്റു വാഹനത്തിന്റെ അശ്രദ്ധ മൂലമാണ് നിങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പോലീസ് കേസെടുക്കുകയും ക്രിമിനൽ കേസ് എടുക്കുകയും ആ ക്രിമിനൽ കേസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ അപകട നഷ്ടപരിഹാര ഇൻഷുറൻസ് എന്നൊരു പ്രത്യേക കോടതി ഉള്ളതുകൊണ്ട് ആ കോടതി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. സ്വാഭാവികമായി നിങ്ങൾക്ക് അപകടത്തിന്റെ ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മൾ അപകടം പറ്റി ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വക്കീലന്മാർ സമീപിക്കുകയും നിങ്ങളുടെ ആക്സിഡന്റ് കേസ് അവരെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നാട്ടിലുള്ളത്. അങ്ങനെയെങ്കിൽ തന്നെ നിങ്ങൾ അപകട ഇൻഷുറൻസിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്ന് ഈ നിങ്ങളുടെ അപേക്ഷ കൊണ്ട് വ്യക്തമല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഡോക്ടറെ കണ്ട്
നിങ്ങൾക്ക് സെൽഫ് ആക്സിഡന്റ് ആണെന്നും നിങ്ങൾ സ്വന്തമായി അപകടത്തിൽപ്പെട്ടതാണെന്നും നിങ്ങൾക്ക് ഒരു വികലാംഗ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നും പറഞ്ഞ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് അത് തെറ്റാണ്. അത് നിങ്ങളുടെ കേസിനെ ബാധിക്കും. ആ ഒരു വാക്ക് എഴുതിയേക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത് നിലവിൽ നിങ്ങൾ ഇടിച്ച വാഹനം നിർത്താതെ പോയെന്നും അത് മുഖാന്തരം നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടില്ല എന്നുമാണ് നിങ്ങളുടെ വക്കീൽ ധരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വാഹനം കണ്ടെത്തുക എന്നുള്ളത് പോലീസിന്റെ ജോലിയാണ്, അത് നമ്മളുടെ ജോലിയല്ല. ഇനി വാഹനം കണ്ടെത്തിയില്ലെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും വാഹനത്തിൽ സഞ്ചരിച്ചാൽ അതിൽ ഓടിച്ച ആൾ ആരാണോ അവരുടെ അശ്രദ്ധ മുഖാന്തരമാണ് അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞ് പോലീസ് രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പുറകിലിരുന്ന ആൾക്കെങ്കിലും നിങ്ങൾക്ക് ചികിത്സാ ചെലവുകൾ മുഴുവനായും നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. മറിച്ച് നിങ്ങൾക്ക് വികലാംഗ പെൻഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ അപകടത്തോടനുബന്ധിച്ച് വല്ല ഡിസേബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ അക്ഷയ സെന്ററിൽ പോയി നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ വികലാംഗ പെൻഷൻ ലഭിക്കുന്നതാണ്. അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട തുക യഥാർത്ഥത്തിൽ അപകട ഇൻഷുറൻസിൽ നിന്ന് വാങ്ങിച്ചെടുക്കേണ്ടതാണ്. അതിന്റെ കോടതി ഇരിങ്ങാലക്കുടയിലുള്ളതാണ്. ഇരിങ്ങാലക്കുടി MACT കോടതിയിലാണ് അത് ബോധിപ്പിക്കേണ്ടത്. നിങ്ങളുടെ കേസിന്റെ സ്ഥിതി എന്തായെന്ന് അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വക്കീലിനെ നേരിട്ട് കണ്ട് നിങ്ങൾ വക്കീലിനോട് പറഞ്ഞ് അത് ആവശ്യപ്പെട്ട കേസ് നമ്പർ ഉൾപ്പെടെ വാങ്ങിച്ചാൽ അക്ഷയ സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അറിയാൻ പറ്റും. ആ കേസ് നമ്പർ വേണം. ഏതൊരാൾ കോടതിയിൽ സമീപിക്കുമ്പോഴും അതിനൊരു കേസ് നമ്പർ ഉണ്ടാവും. അപകട ഇൻഷുറൻസ് കേസ് നമ്പർ ആണെങ്കിൽ അതിന് OPMB എന്ന് പറഞ്ഞൊരു നമ്പർ ആയിരിക്കും ഉണ്ടാകുക. ആ നമ്പർ വാങ്ങിച്ച് നമുക്ക് തന്നെ ഓൺലൈനിൽ നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടാവുന്നതാണ്. ഇനി നിങ്ങളുടെ വക്കീൽ നിങ്ങളെ പറ്റിച്ച് വല്ല പൈസ കൊടുക്കാനുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട രീതിയിലല്ല കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ വക്കീലിനെതിരെ ബാർ കൌൺസിലിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ്. വക്കീലിൽ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നും വക്കീലിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വക്കീലിനെതിരെ അപേക്ഷ കൊടുക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാര തുകയാണ് ലഭിക്കേണ്ടത്. അത് നിങ്ങളുടെ അപകടത്തിന്റെ നിങ്ങളുടെ ബില്ല് തുകയും നിങ്ങളുടെ പ്രായവും നിങ്ങൾക്കുണ്ടായ നഷ്ടവും നിങ്ങളുടെ ജോലി എന്താണെന്നും തുടർന്ന് നിങ്ങൾക്ക് ജോലി എടുക്കാൻ കഴിയില്ല എന്നുള്ളതും വ്യക്തമാക്കിക്കൊണ്ടാണ് ഒരു ഭീമമായിട്ടുള്ള തുക നിങ്ങൾക്ക് നഷ്ടപരിഹാര തുകയായാണ് ലഭിക്കേണ്ടത്. അതാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിയമപരമായ അവകാശം. അത് കാറുമായി കൂട്ടിയിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാറിന്റെ നമ്പറും കൂടി എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ തുക ലഭിക്കാൻ സാധ്യതയുള്ളൂ. കാർ ഇടിച്ച് നിർത്താതെ പോയെങ്കിൽ ആ കാറ് ഇടിച്ച് നിർത്താതെ പോയി എന്നുള്ളത് നിങ്ങളുടെ കയ്യിലെ കുറ്റമല്ല, അത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലെ കുറ്റമാണ്. അതിന് വേണ്ട മതിയായ ക്യാമറകളും മതിയായ പോലീസ് സംവിധാനവും ഇല്ലാത്തത് കൊണ്ടാണ് ആ കാർ നിർത്താതെ പോയത്. അപ്പൊ സർക്കാരിനെയും കൂടി എതിർകക്ഷിയാക്കി നിങ്ങൾ സിവിൽ കോടതിയെ സമീപിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സൊളാറ്റിയം സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ഹിറ്റ് ആൻഡ് റൺ കേസുകൾ, വാഹനം ഇടിച്ച് നിർത്താതെ പോയാൽ ഹിറ്റ് ആൻഡ് റൺ കേസ് മുഖാന്തരം നിങ്ങളുടെ കളക്ടർക്ക് അത് മുഖാന്തരം നിങ്ങൾക്ക് ഒരു പെർമനന്റ് ഡിസേബിലിറ്റി, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു അംഗവൈകല്യം സംഭവിക്കുകയോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയോ ചെയ്താൽ ഒരു സൊളാറ്റിയം സ്കീം എന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുത്താൽ അതിന്റെ പരമാവധി തുക, അത് നിങ്ങൾക്ക് വലിയ തുക ആയിരിക്കില്ല, അതൊരു സാധാരണ ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ ലഭിക്കാവുന്ന പരമാവധി തുക 2 ലക്ഷം രൂപയും നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരമാവധി തുക നിങ്ങൾക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള തുക മാത്രമായിരിക്കും ലഭിക്കുക. പക്ഷെ അത് വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയിട്ടുള്ള കേസുകളിൽ മാത്രമാണ് അങ്ങനെ ഒരു സംവിധാനം നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ചെക്ക് വഴി പണമിടപാട് നടത്തുമ്പോൾ ചെക്ക് പണമില്ലാതെ മടങ്ങുന്ന ഒരു അവസ്ഥയിൽ എന്തൊക്കെയാണ് നിയമപരിരക്ഷ? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 138 വകുപ്പും ഭാരതീയ ന്യായ സംഹിത 318 വകുപ്പും നൽകുന്ന നിയമപരിരക്ഷയെക്കുറിച്ച് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം അബ്ദുൾ സമദ് സംസാരിക്കുന്നു. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്ക് ഒരാൾ കുറച്ച് പണം തരാനുണ്ട് എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ സാധാരണഗതിയിൽ പോലീസുകാർ പരാതിയൊക്കെ മേടിച്ചു വെക്കുമെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയില്ല. അതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക ഇടപാട് എന്നത് അതൊരു സിവിൽ കേസിന് കാരണമായേക്കാവുന്ന കാര്യമാണ്. അതിൽ ഒരു ക്രിമിനൽ സ്വഭാവത്തിലുള്ള കേസിന് കാരണമാവുന്ന കാര്യങ്ങളില്ല. അപ്പം ഒരു സാമ്പത്തികമായ ഉള്ളടക്കം ഉണ്ടെങ്കിൽ പൊതുവെ ഒരു പോലീസ് കേസ് രജിസ്റ്റർ ആവാനുള്ള സാധ്യതകളില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ സാമ്പത്തികമായ ഇടപാടുകളാണ് അതിന്റെ പ്രധാനമായ കാര്യമെങ്കിലും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാം. അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള 2 പ്രധാനപ്പെട്ട ക്രിമിനൽ കേസുകളെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഒന്ന്, നമ്മൾ ചെക്ക് കേസ് എന്നും വണ്ടി ചെക്ക് കേസ് എന്നൊക്കെ വിളിക്കുന്ന ചെക്കുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് എന്ന ആക്ട് അനുസരിച്ച് ഒരു ചെക്ക്, അല്ലെങ്കിൽ ഒരു പ്രോമിസറി നോട്ട്, അല്ലെങ്കിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നിവയെല്ലാം ഒരാൾക്ക് പണം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊടുക്കാനുണ്ടെന്ന് വെക്കുന്ന ചില ഡോക്യുമെന്റ്സിന്റെ കാര്യമാണ്. അത് നെഗോസിയേഷൻ ഉള്ള ചില ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന് പറയാം. ചെക്കാവാം, പ്രോമിസറി നോട്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഴ്ച വന്നാൽ ചില കേസുകൾക്ക് സാധ്യതയുണ്ട് എന്നതിൽ ഉൾപ്പെടുന്ന ഒരു കേസാണ് സെക്ഷൻ 138
NA ആക്ട് എന്ന് വിളിക്കുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചുള്ള കേസ്. ഈ കേസിന് അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ. ഈ ആക്ടിലെ തന്നെ സെക്ഷൻ 6 അനുസരിച്ച് ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് ബാങ്കിന്റെ പേരിൽ ഒരാൾ പണം ഡിമാൻഡ് ചെയ്യുമ്പോൾ ആ പണം കൊടുക്കാൻ വേണ്ടി നൽകുന്ന രേഖയാണ്. എൻ്റെ പേരിൽ ഒരു ചെക്ക് ഉണ്ട്, എനിക്ക് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ട്, ഞാൻ വേറൊരാൾക്ക് ആ പണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ബാങ്കിന് കൊടുക്കുന്ന ഒരു കത്തെന്ന് വേണമെങ്കിൽ നമുക്ക് ലളിതമായി ചെക്കിനെ വിളിക്കാം. അങ്ങനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ അക്കൗണ്ടിൽ അതില്ലെങ്കിൽ അതൊരു കുറ്റമാണ്. ഇതാണ് ഏറ്റവും ലളിതമായി ചെക്ക് കേസിനെ കുറിച്ച് പറയേണ്ടത്. ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ആരാണ് ആ ചെക്ക് കൊടുക്കുന്നത് അയാളെ ഡ്രോവർ എന്നാ വിളിക്കുക. ആർക്കാണോ പണം നൽകേണ്ടത് നമ്മളൊക്കെ ചെക്കിൽ ഇടുന്ന പോലെ പേ എന്നാണ് വിളിക്കുക. എന്താണ് ഈ ഒഫൻസിന്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് നോക്കാം. അതായത് ഡ്രോവർക്ക് പേയുടെ മേൽ അയാളുടെ പേരിൽ ഒരു ഉത്തരവാദിത്തമുണ്ട്. ചെക്ക് കൊടുക്കുന്ന ആള് ചെക്ക് വാങ്ങുന്ന ആൾക്ക് മേലിൽ അയാൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അയാൾ മറ്റേയാൾക്ക് പണം കൊടുക്കാനുണ്ട്. ആ പണം കൊടുക്കാനുള്ളതിനെ നമ്മൾ ലീഗലി എൻഫോഴ്സിബിൾ ഡെപ്റ്റ് എന്നാണ് വിളിക്കുക. നിയമപരമായി ലഭിക്കേണ്ട ഒരു കടം ഈ പറയുന്ന ചെക്ക് കൊടുക്കുന്ന ആൾക്ക് ചെക്ക് വാങ്ങുന്നയാളുടെ മേലുണ്ട്. ഈ ചെക്ക് കൊടുക്കുന്നയാൾ സ്വാഭാവികമായിട്ടും ആ വിശ്വാസത്തിലാണ് ചെക്ക് വാങ്ങുന്നയാൾ ചെക്ക് കൊടുക്കുന്നയാളിൽ നിന്ന് ആ രേഖ വാങ്ങുന്നത്. ഇത് വാങ്ങിയിട്ടാണ് അയാൾ ബാങ്കിൽ ചെല്ലുന്നു. ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ അക്കൗണ്ടിൽ പണമില്ല നോക്കുക. ഈ അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ ഫണ്ട് ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് തിരിച്ചു കൊടുക്കും. ഡിസോണർ ആയി ചെക്ക് എന്നാണ് പറയുക. പണം കൊടുക്കേണ്ട ആൾക്ക് പണം കൊടുക്കാൻ വേണ്ടി അക്കൗണ്ടിൽ എത്ര രൂപയാണ് കൊടുക്കേണ്ട അത്രയും പണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ചെക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ്. അത് കൊടുക്കാതിരിക്കുന്നതോടെ ആ ചെക്ക് മടങ്ങുന്നതോടെ അതൊരു ക്രിമിനൽ ഒഫൻസ് ആവുന്നു. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് നോക്കാം. ഒരു ചെക്ക് പ്രൊഡ്യൂസ് ചെയ്തു, ചെക്ക് ഡിസോണർഡ് ആയി, സ്വാഭാവികമായിട്ട് ക്രിമിനൽ കുറ്റം നടന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ ക്രിമിനൽ കുറ്റം നടന്നു എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ പോയിട്ടാണ് പരാതി കൊടുക്കേണ്ടത്? സാധാരണത്തിൽ ഒരു ക്രിമിനൽ കുറ്റത്തിന് നമ്മൾ പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷനിലല്ല പരാതി കൊടുക്കേണ്ടത്. അതിനൊരു നടപടിക്രമമുണ്ട്. നടപടിക്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആരാണോ നമുക്ക് ഒരാൾ ചെക്ക് തന്നത് ആ ചെക്കിൽ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ചെക്ക് 3 മാസത്തിനുള്ളിൽ നമ്മൾ നിർബന്ധമായും ബാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. 3 മാസമാണ് ഡേറ്റ് ഇട്ട ചെക്കിന്റെ കാലാവധി. 2, ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് ഇൻസഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞത് റിട്ടേൺ ആയാൽ നമ്മൾ ചെയ്യേണ്ട നടപടിക്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെക്ക് നൽകിയ ആൾക്ക് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ലീഗൽ നോട്ടീസ് അയച്ചിരിക്കണം. ലീഗൽ നോട്ടീസ് അയക്ക് കിട്ടിയതിന് ശേഷം 15 ദിവസം വരെ അയാൾക്ക് പണം തിരിച്ചു നൽകാനോ മറ്റെന്തെങ്കിലും തരത്തിൽ അക്കൗണ്ടിൽ ഇപ്പോൾ പണം നിക്ഷേപിക്കാനോ ഒക്കെയുള്ള സമയം ആൾക്ക് കൊടുക്കാം. ആളത് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടത്. ആ കംപ്ലൈന്റ് ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നേരത്തെ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടല്ല, ഏത് ബാങ്കിൽ നിന്നാണോ ഫണ്ട് ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞ് ചെക്ക് ഡിസോണേർഡ് ആയി റിട്ടേൺ ആയിട്ടുള്ളത് ആ ബാങ്ക് ഇരിക്കുന്ന ജൂറിസ്ഡിക്ഷൻ ഉള്ള മജിസ്ട്രേറ്റ് കോടതിയിലാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടത്. ലളിതമാണ്. കാക്കനാടാണ് ചെക്ക് റിട്ടേൺ ആയ ഒരു ബാങ്ക് നിൽക്കുക. എറണാകുളത്തെ മജിസ്ട്രേറ്റ് കോടതിയിലല്ല, കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആ ഫയൽ ചെയ്യേണ്ടത്. എവിടെയാണോ ജൂറിസ്ഡിക്ഷൻ അവിടെയാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 3 മാസത്തിനുള്ളിൽ ചെക്ക് കൊടുത്തിരിക്കണം. ലീഗൽ നോട്ടീസ് അയക്കേണ്ട സമയം കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അത് കഴിഞ്ഞ് അയക്ക് കൊടുക്കേണ്ട സമയം, അയക്ക് പണം തിരിച്ചു നൽകാനോ ബാങ്കിൽ ഇടാനോ ഉള്ള സമയം കൃത്യമായിട്ട് കൊടുക്കണം. ഈ സമയക്രമങ്ങൾ വളരെ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. 2018 NI ആക്ടുമായി ബന്ധപ്പെട്ട അമെന്റ്മെന്റ് ഉണ്ടാകുന്ന അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെല്ലാം ക്രിമിനൽ കേസ് പോലെ ഇതും നീണ്ടുപോകും എന്നുള്ളതുകൊണ്ടാണ്. അന്നുണ്ടായ ഒരു അമെന്റ്മെന്റ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം മജിസ്ട്രേറ്റ് കോടതിക്ക് വേണമെങ്കിൽ സെക്ഷൻ 143A അനുസരിച്ച് ആരാണോ പരാതിക്കാരൻ ആ പരാതിക്കാരന് ഈ പ്രതിയായ ആളിൽ നിന്ന് 20% ചെക്കിന്റെ എമൗണ്ട് വേണമെങ്കിൽ ഈടാക്കാൻ ഉത്തരവിടാം എന്നൊരു വകുപ്പുണ്ടായിരുന്നു. പക്ഷെ അതേറെ വിമർശിക്കപ്പെട്ടു. കാരണം സാധാരണഗതിയിൽ ക്രിമിനൽ കേസിൽ പ്രതിയായ ആൾ കേസിൽ കുറ്റവാളിയായി തെളിയിക്കപ്പെടുന്നവരെ അയാൾക്ക് നിരപരാധിത്വത്തിനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോടതികളുടെ വിധികളനുസരിച്ച് തന്നെ വളരെ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കെങ്കിൽ മാത്രമേ അങ്ങനെ കൊടുക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ ഒരു വിചാരണ കോടതി ശിക്ഷിച്ചു നിൽക്കുക. ശിക്ഷിച്ചതിന് ശേഷം അപ്പീൽ കൊടുക്കുമ്പോൾ, പ്രതി അപ്പീൽ കൊടുത്താൽ അപ്പീൽ കൊടുക്കുമ്പോൾ എന്തായാലും ഈ ചെക്കിന്റെ 20% തുക സാധാരണഗതിയിൽ അപ്പലേറ്റ് കോടതിക്ക് കെട്ടിവെക്കാൻ നിശ്ചയിക്കാം. ഈ അപ്പലേറ്റ് കോടതിയിൽ നിന്ന് ആ പണം ഈടാക്കിയതിനു ശേഷം പിന്നീട് ഭാവിയിൽ അപ്പീലിൽ വല്ലതും കുറ്റമുക്തനാക്കപ്പെട്ടാൽ ആ പണം തിരിച്ചു കൊടുക്കണം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണുകളുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മൾ ഇന്ന് സാധാരണഗതിയിൽ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു നോക്കുക. നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് ആ ലോണിന്റെ തുക പഠിക്കുന്നത് നോക്കുക. ഈ ലോൺ എടുക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മുടെ നിന്ന് 1-2 ചെക്ക് ഒപ്പിട്ട് വാങ്ങും. ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നമ്മുടെ പണം പിടിക്കുന്നത് കൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴെങ്കിലും പണം ഇല്ലാത്ത സാഹചര്യം വന്നാൽ ഇവർ ആ ചെക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ചെക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മുടെ ബാങ്കിൽ സ്വാഭാവികമായിട്ട് അക്കൗണ്ടിൽ പണം ഇല്ലാത്തതുകൊണ്ട് ഫണ്ട് ഇൻസഫിഷ്യന്റ് ആവും. ഈ ഫണ്ട് ഇൻസഫിഷ്യന്റ് ആയി ചെക്ക് ഡിസോണർഡ് ആയാൽ അവർ നമുക്കെതിരെ ചെക്ക് കേസ് കൊടുക്കും. ബാങ്കുകളുടെ ഒരു രീതി അനുസരിച്ച് അല്ലെങ്കിൽ ലോൺ നൽകുന്ന സ്ഥാപനങ്ങളുടെ രീതി അനുസരിച്ച് അവർക്ക് സ്ഥിരമായി സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന് വിളിക്കുന്ന തരത്തിൽ സ്ഥിരമായി വക്കീൽ സംവിധാനങ്ങൾ ഉണ്ടാവും. അവർ ഈ പ്രൊസീജിയർ കൃത്യമായി ഫോളോ ചെയ്ത് കേസ് വരും. ആ കേസിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എല്ലാ ചെക്ക് കേസിലെയും ചെക്ക് വലിയ ചതിക്കണമെന്ന് തീരുമാനിച്ച് തന്നെ കാര്യങ്ങൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. ബാങ്കിൽ ചെറിയ തിരിച്ചടവുകൾ മുടങ്ങിയാലും ഒക്കെ ഈ കേസുകൾ ഉണ്ടാവാറുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ കേസ് വന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യം, ബാങ്കുമായി സംസാരിച്ച് പണം പെട്ടെന്ന് അടയ്ക്കാമെങ്കിൽ അടച്ചു കഴിഞ്ഞാൽ അവർ ആ കംപ്ലൈന്റ് വിഡ്രോ ചെയ്യാം. ഏത് സ്റ്റേജിൽ അവർക്ക് കംപ്ലൈന്റ് വിഡ്രോ ചെയ്യാം. സാമ്പത്തിക ഇടപാടായതുകൊണ്ട് തന്നെ ഈ പരാതി എപ്പോഴും ഏത് ഘട്ടത്തിലും സെറ്റിൽ ചെയ്യാൻ കോടതികൾ എന്റർടൈൻ ചെയ്യും. കോടതികൾ ഒരു തരത്തിലും അതിൽ ഇടപെടില്ല. ഇനി അതല്ല, പണം നമുക്ക് പെട്ടെന്ന് അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ കോടതിയിൽ നിന്ന് സമൻസ് വരുന്ന സ്റ്റേജിലോട്ട് എത്തിയാൽ, സമൻസ് വന്ന സ്റ്റേജിൽ നിന്ന് നമ്മൾ കോടതിയിൽ അപ്പിയർ ചെയ്യണം. അതല്ലെങ്കിൽ വാറന്റ് ആവും. വാറന്റ് ആയി കഴിഞ്ഞാൽ പോലീസിന് മറ്റു നടപടികളിൽ കിടക്കാം. അതുകൊണ്ട് സമൻസ് വന്നാൽ അപ്പിയർ ചെയ്യും, പിന്നീട് ജാമ്യം എടുക്കുകയും അതിനുശേഷം സെറ്റിൽമെന്റ് നോക്കാം. ഈ കേസ് മുഴുവൻ വിചാരണ നേരിടേണ്ട കാര്യമൊന്നുമില്ല. ഏത് ഘട്ടത്തിലും നമുക്ക് സെറ്റിൽമെന്റ് നോക്കാവുന്നതാണ്. ഇന്ന് ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 380 ഓഫ്
BNS ആണ്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 318 എന്ന സെക്ഷനാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഇത് ചീറ്റിംഗ് എന്ന സെക്ഷനാണ്. ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ IPCയിലെ പഴയ 420 ആയിരുന്നു. ആ 420 ആണ് മറ്റൊരു തരത്തിൽ 318ഉം അതിന്റെ സബ്സെക്ഷൻസും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. അതായത് ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ ന്യായ സംഹിത എന്ന പുതിയ ക്രിമിനൽ നിയമമായി മാറിയപ്പോൾ അതിലെ സെക്ഷൻ 318 ആയിട്ടാണ് BNSൽ ചീറ്റിംഗ് എന്നുള്ള വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ ചീറ്റിംഗ് നമ്മൾ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വഞ്ചിക്കുക അല്ലെ പറ്റിക്കുക എന്ന് മാത്രമേ ഓർമ്മ വരുള്ളൂ. ഒരാളെ പറ്റിച്ചു, നമ്മളോട് ഒരാളോട് വാക്ക് പറഞ്ഞു, അയാൾ വാക്ക് പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിമിനൽ കേസ് കൊടുക്കാൻ പറ്റും. ചീറ്റിംഗ് എന്ന ക്രിമിനൽ കുറ്റം നിലനിൽക്കുന്നതിന് ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വളരെ പേഴ്സണൽ ആയ ഒരു വിശ്വാസവഞ്ചനയ്ക്ക് ചീറ്റിംഗ് കേസ് നിൽക്കണമെന്നില്ല. ചീറ്റിംഗ് കേസ് നിൽക്കണമെങ്കിൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾ മറ്റൊരാളെ പറ്റിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വ്യാജമായിട്ട് ചില കാര്യങ്ങളൊക്കെ പ്രോമിസ് ചെയ്തുകൊണ്ട് സ്വത്തോ മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ സെക്യൂരിറ്റികളോ മറ്റെന്തെങ്കിലും കൈമാറ്റം ചെയ്യുകയോ മറ്റെന്തെങ്കിലും തരത്തിൽ അയാൾക്ക് ശാരീരികമായോ സാമ്പത്തികമായിട്ടോ ഒക്കെ നഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിയിലാണ് ചീറ്റിംഗ് എന്ന് വിളിക്കുക. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വഞ്ചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ പറഞ്ഞ് വഞ്ചിക്കുക എന്ന് മാത്രമല്ല, ചിലപ്പോൾ വസ്തുക്കൾ മനഃപൂർവ്വം മറച്ചു വെച്ചാലും മതി. കൺസീൽമെന്റ് ഓഫ് ഫാക്ട്സും ഒരർത്ഥത്തിൽ ചീറ്റിംഗിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലൊരു കാര്യം, ഒരു കരാറുണ്ടെന്ന് നോക്കുക. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കരാർ നിലനിൽക്കുന്നുണ്ട്. ഈ കരാറിൽ ബാധ്യസ്ഥനായ ആൾ ചതിക്കണമെന്ന ഉദ്ദേശത്തോട് തന്നെ അയാൾ കരുതി കൂട്ടി തന്നെ മറ്റൊരാൾക്ക് നഷ്ടം വരുത്തണം എന്ന് കരുതി ചെയ്യുന്നു എന്ന് നോക്കുക. ഇതൊക്കെയും ചീറ്റിംഗിന്റെ പരിധിയിൽ വരാം. പഴയ 420 വരുന്നത് പ്രധാനമായും BNSന്റെ 318 ക്ലോസ് 4ലാണ്. അതായത് വ്യക്തമായി പറഞ്ഞാൽ ചതിച്ച് അല്ലെങ്കിൽ വഞ്ചനാപരമായി തന്നെ എന്തെങ്കിലും തരത്തിൽ ഒരാളെ പറ്റിക്കണമെന്ന ഉദ്ദേശത്തോടെ പറ്റിക്കുകയും അതിലൂടെ അയാളിൽ നിന്ന് പണമോ മറ്റെന്തെങ്കിലും വാല്യുബിൾ സെക്യൂരിറ്റിയോ കൈമാറുകയോ കൈമാറാതിരിക്കാൻ സമ്മതിക്കാതിരിക്കുകയോ സ്വത്തോ മറ്റു ഡോക്യുമെന്റോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുകയോ മറ്റൊരാൾക്ക് കൊടുക്കാൻ സമ്മതിക്കാതിരിക്കുകയോ അത് എന്തെങ്കിലും തരത്തിൽ തടസ്സം നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ, അതായത് ഒരു സാമ്പത്തികമോ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയോ ആയ ഇടപാടുകൾ നടക്കുന്ന തരത്തിൽ ഒരു വഞ്ചന നടക്കുന്ന ഒന്നിനെയാണ് സത്യത്തിൽ ചീറ്റിംഗ് എന്ന് പറയുന്നത്. ചീറ്റിംഗിന്റെ ഒഫൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല ജഡ്ജ്മെന്റിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വഞ്ചിക്കുക എന്ന ഉദ്ദേശം ആദ്യം തന്നെ ഉണ്ടാവണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പൊതുവെ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചു എന്ന് പറയുമ്പോൾ വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ പറ്റിക്കണമെന്ന ഉദ്ദേശത്തോടെ, അവിടെ ജോലിയൊന്നും ഉണ്ടാവില്ല, പറ്റിക്കണമെന്ന ഉദ്ദേശത്തോടെ പണം വാങ്ങുകയും ജോലി കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം വെസ്റ്റ് ഏഷ്യ വാർ നടക്കുകയാണ്. ഞാൻ ഉദാഹരണമാണ് പറയുന്നത്. ഈ ക്രൈസിസിന് മുമ്പാണ് ഒരാൾക്ക് ജോലി കൊടുക്കാം എന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി കൊടുക്കാം എന്ന് വാക്ക് പറഞ്ഞെന്ന് വെക്കുക. അനുസരിച്ച് പണം വാങ്ങി വെക്കുക, പ്രോസസ് ചെയ്തു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. പെട്ടെന്ന് അവിടെ ജോലി ഇല്ലാതാവുന്നത് നേരത്തെ ഉദ്ദേശത്തോട് കൊടുത്ത പറ്റിക്കലല്ല. അതായത് ജോലി കൊടുക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശം, പക്ഷെ അവിടെ ആ സമയത്ത് ജോലിയില്ല. പണം വാങ്ങി അയാൾ ആ പണം കൊണ്ട് സാധാരണ രീതിയിൽ ചെലവഴിക്കേണ്ട പണം മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ, മറ്റു പണം ചിലപ്പോൾ തിരിച്ചു കൊടുക്കാൻ റെഡിയായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വഞ്ചിക്കണമെന്ന ഉദ്ദേശം, വഞ്ചിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുക പോലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമായി ഉണ്ടാവേണ്ടതാണ്. കാരണം ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണത എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിൽ ഒരു സിവിൽ തർക്കം ഉണ്ടായാൽ എന്നാൽ പിന്നെ ഒരു ചീറ്റിംഗ് കേസ് കൊടുത്തേക്കാം. ചീറ്റിംഗ് കേസ് ആകുമ്പോൾ ഒരു ക്രിമിനൽ കേസാണല്ലോ. അപ്പോൾ നമുക്ക് സിവിൽ കേസുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി സമയം കൂടുതലെടുക്കുന്ന കുറേ നടപടിക്രമങ്ങളിലൂടെയാണ് പണമോ മറ്റെന്തെങ്കിലും സെക്യൂരിറ്റിയോ ഒക്കെ വാങ്ങാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് എന്നാൽ പിന്നെ ഒരു ബലത്തിന് ഒരു ക്രിമിനൽ കേസ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ക്രിമിനൽ കേസിനായിട്ട് ഈ പറയുന്ന ചീറ്റിംഗ് അടക്കമുള്ള സെക്ഷൻസ് ഉപയോഗിച്ച് ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. പക്ഷേ അത് താൽക്കാലികമായിട്ടൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയാലും പിന്നീട് ആ കേസ് നിൽക്കണമെങ്കിൽ പറയുന്ന ക്രിമിനൽ സെക്ഷന്റെ ഇൻഗ്രീഡിയന്റ് ഉണ്ടാവണം. ഇവിടെ ചെക്ക് കേസിൽ നിന്ന് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ചെക്ക് കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടതിയിലാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടത്. ആദ്യം ലീഗൽ നോട്ടീസ് ഒക്കെ അയച്ച് കോടതിയിലാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ FIR രജിസ്റ്റർ ചെയ്യേണ്ട പോലീസാണ്. ഇതൊരു കൊഗ്നിസിബിൾ ഒഫൻസ് ആണ്, അതായത് കുറെ കൂടി ഗൗരവകരമായ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്യാം. പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് നോക്കുക, അതായത് നമ്മുടെ കേസിൽ മെറിറ്റ് ഉണ്ട്, പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടും പോലീസ് രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് SPക്കോ കമ്മീഷണർ ഓഫീസിക്കോ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാം. ഇനി ഇവരും രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലും കമ്മീഷണർക്കും പരാതി കൊടുത്തു എന്ന റെസീപ്റ്റ് അടക്കം നമുക്ക് എവിടെയാണോ ആ കുറ്റം നടന്നിട്ടുള്ള അതിന്റെ പരിധിയിൽ, അധികാര പരിധിയിലുള്ള ജൂറിസ്ഡിക്ഷനുള്ള മജിസ്ട്രേറ്റിൽ സ്വകാര്യ അന്യായം എന്ന് വിളിക്കുന്ന പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. ഇങ്ങനെ പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ മെറിറ്റുള്ള കേസുകൾ പൊതുവെ വളരെ പെട്ടെന്ന് തന്നെ മജിസ്ട്രേറ്റ് കോടതികൾ FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിടാറുണ്ട്, കേസുകൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. സാമ്പത്തിക ഇടപാട് എന്നത് അല്ലെങ്കിൽ ഒരു അതിർത്തി തർക്കം എന്നൊക്കെ ഉള്ള സിവിൽ കേസ് സ്വഭാവത്തെ നമ്മൾ ക്രിമിനൽ കേസ് സ്വഭാവത്തിലേക്ക് താൽക്കാലിക ലാഭത്തിന് വേണ്ടി നമുക്ക് കൊണ്ടുവരാമെങ്കിലും അത് ലോങ് ടേമിൽ നിലനിന്ന് പോകുന്ന ഒരു കാര്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഈ രണ്ട് സെക്ഷന്റെയും പ്രാധാന്യം കുറച്ചുകൊണ്ടല്ല പറയുന്നത്. രണ്ട് സെക്ഷൻ പ്രധാനപ്പെട്ട സെക്ഷനാണ്, പക്ഷെ രണ്ട് സെക്ഷനും വ്യാജമായി നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പെട്ടാൽ നീണ്ട കാലത്തേക്ക് ആ കേസ് നിലനിൽക്കുന്നതായിരിക്കില്ല. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ,
കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.